നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് നോക്കുന്നത്. നിങ്ങൾ പങ്കുവച്ചൊരു ലേഖനമുണ്ട്, കോഫി ഗ്രൗണ്ട് വിവാഹമോചനം. അതായത് ടെക്നോളജിയും പഴയ ചില വിശ്വാസങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ചോദ്യം. അതെ, വളരെ വിചിത്രമായൊരു കേസാണിത്. ഗ്രീസിലെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ കാപ്പിക്കപ്പിലെ മഡില്ലേ അത് നോക്കി വ്യാഖ്യാനിക്കാൻ ChatGPT ഉപയോഗിച്ചു. അതാണ്. എന്നിട്ടതൊരു വിവാഹമോചനത്തിന്റെ വക്കിലെത്തി. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. ഇപ്പോൾ ChatGPT പോലുള്ള AI ടൂളുകൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ സാധാരണമായി വരുന്നുണ്ടല്ലേ? തീർച്ചയായും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കാപ്പിക്കറ നോക്കി ഭാവി പറയാൻ AI അത് കുറച്ച് ഒരു വെറൈറ്റി അല്ലേ? ഗ്രീസിലാണ് ഈ സംഭവം. അതെ, ഒരു സ്ത്രീ ഭർത്താവിന്റെ കാപ്പിക്കപ്പിലെ അവശിഷ്ടം അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ChatGPTക്ക് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു ഇതിലെ പാറ്റേൺ എന്താണ് പറയുന്നതെന്ന്. ആസിയോഗ്രാസിയോഗ്രാഫി എന്നാണ് ഇതിനകത്ത് തോന്നുന്നു. ഇതിനൊരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ശരിയാണ്. ടാസിയോഗ്രഫി, അതായത് ഈ കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ തേയിലയുടെ അവശിഷ്ടമോ നോക്കി ഭാവി പറയുന്ന രീതി. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. 16-ാം നൂറ്റാണ്ടിൽ തുർക്കിയിലൊക്കെ കാപ്പി ഉപയോഗിച്ച് ഇത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 17-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് യൂറോപ്പിലെത്തിയ തേയിലച്ചണ്ടി നോക്കിയുള്ള രീതി വന്നു. അപ്പോൾ പണ്ടത്തെ ഒരു രീതിക്ക് പുതിയ ടെക്നോളജിയുടെ ഒരു ട്വിസ്റ്റ്. അതെ, അതാണ് ഇവിടുത്തെ രസം. ആ പഴയ വിശ്വാസ രീതിയുടെ ഒരു ഡിജിറ്റൽ വേർഷൻ പോലെയായി. AIയുടെ ആ പാറ്റേൺ തിരിച്ചറിയാനുള്ള കഴിവില്ലേ, അതിനെ ഒരുതരം പ്രവചനമായിട്ട് ആ സ്ത്രീ കണ്ടു. ശരി, അപ്പോൾ എന്തായിരുന്നു ആ ChatGPT കണ്ടെത്താൽ? അതാണല്ലോ പ്രശ്നമായത്. അതാണ് AI പറഞ്ഞത്. ഭർത്താവിന് E എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അത് ദാമ്പത്യത്തിനൊരു ഭീഷണിയാണ് എന്നുമായിരുന്നു. ഒരു അക്ഷരം വെച്ചിട്ട് ഒരു മറുപടി കിട്ടിയതോടെ കാര്യങ്ങൾ പെട്ടെന്ന് വഷളായി. അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. ആ AI പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചു. എന്നിട്ട് ഭർത്താവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അയ്യോ. പിന്നെ കുട്ടികളോട് പറഞ്ഞു നമ്മൾ ഡിവോഴ്സ് ആവുകയാണെന്ന്. പിന്നാലെ വക്കീൽ നോട്ടീസും അയച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു AI മറുപടി ഒരു കുടുംബം തകർക്കാൻ കാരണമായി എന്ന് പറയുന്നത്. അതാണ്, ടെക്നോളജിക്ക് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ ഭർത്താവ് ഇത് സമ്മതിച്ചില്ലല്ലോ. അദ്ദേഹം ഇത് നിഷേധിച്ചില്ലേ? തീർച്ചയായും. അദ്ദേഹം ഒരു ഗ്രീക്ക് TV ഷോയിലൊക്കെ വന്നു. ഈ ആരോപണമെല്ലാം നിഷേധിച്ചു. ഓഹോ. അദ്ദേഹം പറഞ്ഞത് ഭാര്യയ്ക്ക് പണ്ടും ഇത്തരം കാര്യങ്ങളിൽ, ഈ ജ്യോതിഷത്തിലൊക്കെ ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു കൊല്ലം കഴിഞ്ഞ വിശ്വസിക്കാതെ ആയത്. ഇത് AI പറഞ്ഞത് ഉടനെ വിശ്വസിച്ചു എന്നാണ്. അപ്പോ ഭർത്താവ് വിവാഹമോചനത്തെ എതിർക്കുന്നു? അതെ, അദ്ദേഹം എതിർക്കുകയാണ്. ശരിക്കും ഒരു തെളിവുമില്ലാതെ ഒരു AI പറഞ്ഞ കാര്യം മാത്രം വെച്ച് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സംഭവം ഓൺലൈനിലൊക്കെ വലിയ ചർച്ചയായി കാണുമല്ലോ. ഭയങ്കര ചർച്ചയായി. ചിലർ തമാശയാക്കി AI ഇനി ജ്യോത്സ്യന്മാരുടെ ജോലി കളയുമോ എന്നൊക്കെ ചോദിച്ച്. പക്ഷേ മറ്റു ചിലർ കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് കണ്ടത്. കാരണം ഈ ChatGPT പോലുള്ള AIകൾക്ക് തെറ്റായ വിവരങ്ങൾ തരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സന്ദർഭത്തിന് ചേരാത്ത മറുപടി തരാം. അതെ, അതിനെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണല്ലോ. കൃത്യം. അപ്പോ ഈ യാഥാർത്ഥ്യവും ഭാവനയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ കുറച്ച് ദുർബലരായ ആളുകൾ, അവരെയൊക്കെ ഇത്തരം ടൂളുകൾ എങ്ങനെ സ്വാധീനിക്കും? അതൊരു വലിയ ആശങ്കയാണ്. നിയമപരമായി ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ട് AI പറഞ്ഞതിന്? ഇല്ല. ഭർത്താവിന്റെ വക്കീൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. AIയുടെ കണ്ടെത്തലിന് കോടതിയിൽ ഒരു തെളിവിന്റെ വില പോലുമില്ല. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിയമപരമായി അദ്ദേഹം നിരപരാധിയാണ്. അപ്പോൾ ഈയൊരു അനുഭവത്തിൽ നിന്ന് അതായത് നിങ്ങളിത് കേൾക്കുന്നവർ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതെ, വിമർശനാത്മകമായി ചിന്തിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. ഈ ChatGPT ഒക്കെ ഡാറ്റയിലെ പാറ്റേൺ വെച്ചാണ് ഉത്തരം തരുന്നത്. അതിന് നമ്മുടെ സാഹചര്യമോ വികാരങ്ങളോ ധാർമ്മികതയോ ഒന്നും മനസ്സിലാവില്ല. ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിവാഹമോചനം പോലെയുള്ള വലിയ തീരുമാനങ്ങളില്ലേ, ജീവിതം തന്നെ മാറ്റിമറിക്കുന്നവ, അതൊക്കെ എടുക്കുമ്പോൾ വ്യക്തമായ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ വേണം. അല്ലാതെ ഒരു AI പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരു പഴയ വിശ്വാസം അങ്ങനെയാണെന്നോ വെച്ചിട്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കരുത്. സാങ്കേതിക വിദ്യ ഒരു ഉപകരണം മാത്രമാണ്.
അതിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അതെ, പ്രത്യേകിച്ച് സ്ഥിരീകരിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇതൊരു മാന്ത്രിക വിളക്കൊന്നുമല്ല, അല്ലേ? അതിൻ്റെതായ പരിമിതികളുണ്ട്. തീർച്ചയായും. അപ്പോ ടെക്നോളജി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ, തീരുമാനങ്ങളെ ഒക്കെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു നേർചിത്രമാണിത്. കൃത്യമാണ്. AI നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അതിന്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ ഇതുപോലുള്ള അപകടങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളുമൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കിതുപോലെ പ്രചോദനം നൽകുന്നതോ ചിന്തിപ്പിക്കുന്നതോയായ കഥകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് podcasts@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം. അതെ. ഒരു അവസാന ചിന്ത. നാളെ AI നമ്മുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് ഉപദേശം തരാൻ തുടങ്ങിയാൽ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു വിശ്വാസത്തിന്, അതിന് ഭാവിയിൽ എന്ത് സ്ഥാനമാണുണ്ടാവുക? അതൊരു നല്ല ചോദ്യമാണ്. ചിന്തിക്കാനായി അത് ബാക്ക് വെച്ച് ഞങ്ങൾ നിർത്തുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.